എടാ നീ പോകാൻ ഇറങ്ങിയോ? ആടാ, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും വൈകിയ പ്രശ്നമാണ്. അമ്മ സീന, നിനക്കറിയാമല്ലോ. എടാ എന്തുവാടാ, കുറച്ച് നേരം കൂടെ നിൽക്കടാ. എൻ്റെ അമ്മോ, അതുമാത്രം പറയല്ലേ ജാക്സ. നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇത് എന്നെക്കൊണ്ട് പറ്റൂല. നിനക്കെൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. ഞാനിങ്ങോട്ട് പാർട്ടിക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ അമ്മ പ്രത്യേകം പറഞ്ഞാൽ വിട്ടെ. പൊന്നുമോൻ പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറിയില്ലെങ്കിൽ എൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 ഇനിയും വൈകിയാലേ സീൻ കോൺട്രയാകും മോനെ. എന്നാലും എടാ നീ ഇല്ലാതെ ഒരു രസമില്ലടാ. കുറച്ചും കൂടെ കഴിഞ്ഞ് പോവാടാ. പൊന്നു മോനെ, നടക്കില്ല. തൽക്കാലേ നിങ്ങളൊക്കെ കൂടെ അങ്ങ് അടിച്ച് പൊളിക്ക് കേട്ടാ. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, സൂക്ഷിച്ചു പോ. ഓ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. വരുന്ന്. എന്താടാ കഥക് തുറക്കാൻ നിനക്ക് ഇത്ര താമസം? അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. പിന്നെ എനിക്കുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അതാദ്യം എടുക്ക്, എന്നിട്ടേ ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി. ഇന്നാ. ഓ, ഒന്ന് പതുക്കെ കുടിയടാ. പിന്നെ അമ്മ എപ്പോൾ ഉറങ്ങിയായിരുന്നു? അമ്മ നേരത്തെ ഉറങ്ങിയായിരുന്നു. ഓ ഭാഗ്യം. എടാ നീ എനിക്കും കൂടെ ഒരെണ്ണം ഒഴിച്ചേ. അത് മാത്രം നടക്കില്ല. കാരണേ ഇത് എനിക്കാ. ഇതിന്നൊരു തുള്ളി പോലും കിട്ടുമെന്ന് ചേട്ടൻ പ്രതീക്ഷിക്കണ്ട. അതിനായിട്ട് ഇവിടെ ഇരിക്കുകയും വേണ്ട. ഓ എന്തുവാടാ, ഒരെണ്ണം ഒഴിക്കടാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിൻ്റെ ചേട്ടനല്ലടാ. ഈ കാര്യത്തിൽ ചേട്ടനല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇതിന്നൊരു തുള്ളി പോലും ഞാൻ തരില്ല. ചേട്ടൻ പബ്ബിൽ നിന്ന് കുടിച്ചിട്ടല്ലേ വന്നേ, പിന്നെന്താ ഇതിനകത്തും ചോദിക്കുന്നേ? എടാ അതിന് ഞാൻ അവിടെ നിന്ന് അധികമൊന്നും കുടിച്ചില്ല. ഇങ്ങോട്ടേക്ക് വരേണ്ട ധൃതിക്കാണെങ്കിൽ എനിക്കധികം കുടിക്കാനും പറ്റിയില്ല. പിന്നെ കുടിച്ചൊക്കെ ആണെങ്കിൽ ആവിയായി പോവുകയും ചെയ്തു. അതാടാ പറഞ്ഞത്, ഒരെണ്ണം ഒഴിക്കടാ. ഒരെണ്ണം പോയിട്ട് ഒരു തുള്ളി പോലും തരില്ല. ഇനിയും ചേട്ടനെ വിട്ടിരുന്ന് താ എന്ന് പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അമ്മേനെ വിളിക്കും. അമ്മ ഒന്ന് കാണട്ടെ. അപ്പം ഞാൻ പറയും ചേട്ടൻ എന്നെ കുടിപ്പിക്കുന്നതെന്ന്. ഇപ്പം തന്നെ അമ്മേനെ വിളിക്കും. അമ്മേ. അയ്യോ എടാ മിണ്ടാതിരിയുടെ പട്ടി, അമ്മ ഇപ്പോൾ ഒരുകൂടെ. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ മൊത്തം. അന്ത ഭയം ഇരിക്കട്ടും. പോടാ ശ്യാമേ, നീയൊക്കെ വെള്ളം കിട്ടാൻ ചാക്കൂടെ തെണ്ടി. എടാ ഒന്ന് പതുക്കെ കുടിക്കട തെണ്ടി. ഇതുമെല്ലാം കുടിച്ച് നിൻ്റെ കരളുമെല്ലാം അടിച്ചു പോയി. നീ എങ്ങാനും തട്ടിപ്പോയാൽ അവസാനം അതും എൻ്റെ തലയിലിരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും ചേട്ടനാ എന്നെ കുടിപ്പിച്ച് കൊന്നേന്ന്. ഒന്ന് പോടാ തെണ്ടി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഏട്ടാ, എനിക്കിപ്പോൾ പാടണം. എനിക്കിപ്പോൾ പാടിയേ പറ്റൂ. എന്താ പാടാനോ? നിനക്കെന്താ തലയ്ക്ക് ഓളാണോ? അതുവെല്ലാം കേട്ടോ അമ്മ ഇങ്ങോട്ട് വന്ന എൻ്റെ ദൈവം, ഇവൻ എന്നെ കൊലയ്ക്ക് കൊടുക്കുമല്ലോ. അവിടെ വല്ലം കിടന്നാ മതിയായിരുന്നു. എനിക്ക് പാടണം, ഞാൻ പാടും. അന്ന പാറ്റി അപ്പാറ്റി എൻ്റെ അമ്മ, ഇവിടെ ഒന്നും മിണ്ടാതിരടാ. എൻ്റെ അമ്മ, ഇതേത് ഭാഷ? ദൈവം, ഇത് കേൾക്കുന്നതിലും ഭേദം അമ്മയുടെ തൊഴി തന്നെയാ. എസ്കേപ്പ്. നീ പോടാ ചേട്ടൻ തണ്ടി, കലാബോധമില്ലാത്ത വർഗം. അപ്പോൾ നമ്മളെവിടെയാണ് നിർത്തിയത്? അപ്പാതി തേന അപ്പാതി തോ അപ്പാതി തോ അപ്പാതി. അമ്മേ ഒരു കോഫി. പൊന്നുമോൻ എഴുന്നേറ്റോ? നിനക്ക് കോഫിയല്ല പാഷാണം കലക്കി തരാടാ ഞാൻ. ഇന്നലെ എത്ര മണിക്കാണ് നീ വന്നത്? അത് നിന്നോടെ കിണിക്കാനല്ല പറഞ്ഞത്, എത്ര മണിക്ക് വന്നാന്നാ ചോദിച്ചത്. പറയടാ. അത് ഞാൻ അമ്മ പറഞ്ഞ സമയത്ത് തന്നെ വന്നു. 10 മണിയായപ്പോൾ തന്നെ. 10 മണിയാ?
അല്ല 11 മണി. 11? ഏ അല്ല 12 മണി. ഇനി ചോദിക്കരുത്. ഇന്നലെ ഞാൻ കേട്ടായിരുന്നു രാത്രി 2ൻ്റെയും കൂടെ പേക്കൂത്ത് റൂമിൽ. നീയേ കുടിച്ച്. പിന്നെ നീ എന്തിനാ ചെറുക്കനെയും കൂടി ഇതൊക്കെ പഠിപ്പിക്കുന്നേ? ആ കൊള്ളാം. ആര്? ഞാൻ പഠിപ്പിച്ചു കൊടുത്തെന്നാ? അവനെ ഇതിലൊക്കെ PhD എടുത്ത് വെച്ചിരിക്കുക. അമ്മയ്ക്ക് അതുപോലെ അറിയാവോ? അമ്മ എപ്പോഴും എന്നെ മാത്രമല്ലേ കുറ്റം പറയത്തുള്ളൂ. എന്നിട്ട് അവൻ നല്ലത്. അമ്മ എന്താ എന്നെ വല്ല പിണ്ണാക്കും കൊടുത്ത് വാങ്ങിയതാണോ? പിണ്ണാക്കല്ലടാ, കളിമണ്ണ് കൊടുത്ത നിന്നെ വാങ്ങിയത്. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേണമെങ്കിൽ ചായ എടുത്ത് കുടിച്ചിട്ട് പോകാമെന്ന് ഓർക്ക് ചേർക്കാം. അല്ലേലും അമ്മമാരുടെ സ്ഥിരം പണിയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. എന്തീ അമ്മയുടെ സൽപുത്രൻ എഴുന്നേറ്റില്ലേ? ഇല്ലെങ്കിൽ ഇവിടെ അമ്മയെന്ന് വിളിച്ച് പുറകെ നടക്കേണ്ടതാണല്ലോ. എവിടെ ആള്? അവൻ ജിമ്മിന് പോകാൻ റെഡിയാകുക. ജിമ്മിന് പോകാൻ റെഡിയാവുന്നെന്നാ? അവനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ ചെന്ന് കിടക്കപ്പായെന്ന് കുത്തിപ്പൊക്കിയാണ് നിർബന്ധിച്ച് ജിമ്മിന് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് ജിമ്മിന് പോകാൻ? ഇതൊക്കെ എപ്പോഴത്തോട്ട് തുടങ്ങിയ ശീലം? ഞാനിവിടെ 2 ദിവസം ഇല്ലാഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായേ? അതൊന്നും എനിക്കറിയില്ല. അവനിപ്പോൾ 2 ദിവസമായിട്ട് ജിമ്മിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. തന്നെ അലാറമൊക്കെ വെച്ചിട്ട് പോകുന്ന കാണാം. അങ്ങനെ വരാൻ ഒട്ടും സാധ്യതയില്ലല്ലോ. അല്ലേ തന്നെ അവന് ഏറ്റവും ഫേവറേറ്റ് ഉറക്കമാണ്. അത് കളഞ്ഞവൻ പോകണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഞാനിപ്പോൾ വരാം. എടാ കണ്ണാ. എന്താ ഏട്ടാ വിളിച്ചു കൂവുന്നേ? ഞാനിവിടെ ജിമ്മിന് പോകാൻ റെഡിയാകുക. സത്യം പറയടാ, നീ എന്തിനാണ് ജിമ്മിന് പോകുന്നത്? ഇതെന്ത് പറ്റി ഏട്ടന്? എല്ലാവരും എന്തിനാ ജിമ്മിന് പോകുന്നത്? നല്ല ബോഡി ഉണ്ടാവാൻ. ബോഡിയല്ല അവൻ്റെ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാത്രി കിടക്കപ്പായെന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ ഉറക്കം പോകുമെന്ന് പറഞ്ഞ് ബെഡേ മുള്ളുന്ന ജാതിയാണ്. രാവിലെ എഴുന്നേറ്റ് ജിമ്മിന് പോകാൻ പോണ്. സത്യം പറയടാ, നീ എന്തിനാടാ ജിമ്മിന് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഇതെന്ത് കഷ്ടമല്ല കുഷ്ടം. മര്യാദയ്ക്ക് കാര്യം പറയടാ. എന്തിനാടാ നീ ജിമ്മിന് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഞാൻ പറയാം. ഏട്ടാ, നമ്മുടെ ജിമ്മിലില്ലേ പുതിയതായിട്ടൊരു കോച്ച് വന്നിട്ടുണ്ട്. പുതിയ കോച്ചോ? അപ്പോൾ പഴയ കോച്ച് എവിടെ പോയി? പഴയ കോച്ചിനെ പറഞ്ഞു വിട്ട് ജിമ്മിന് വന്ന ഏതോ ഒരു പെണ്ണിൻ്റെ ചന്തി കയറി പിടിച്ചേന്. ഇപ്പോൾ വന്നിരിക്കുന്ന കോച്ച് നമ്മുടെ ജിമ്മിൻ്റെ ഓണറിൻ്റെ മകനാ. പിന്നെ ചേട്ടാ, ഇതൊക്കെയാണ് കോച്ച്. ചേട്ടനൊന്ന് അയാളെ കാണണം. അതെന്താ? അയാൾക്കെന്താ വല്ല കൊമ്പുണ്ടോ? കൊമ്പുണ്ടോ ഇല്ലയോന്ന് ചേട്ടനൊന്ന് കണ്ടിട്ട് പറ. ഹാൻസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഹാൻസം. എൻ്റെ അമ്മ എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ. പിന്നെ എൻ്റെ അത്രയൊന്നും വരില്ലായിരിക്കും. പിന്നെ ചേട്ടനൊന്നും അയാളുടെ മുമ്പിൽ ഒന്നുമില്ല. ചേട്ടൻ എന്താ ഉള്ളത്? ഹാൻസം ഫേസ് അല്ലേ ഉള്ളൂ. ഇയാൾക്ക് ഹാൻസം ഫേസ്, സൂപ്പർ ബോഡി, ഹോട്ട് ലുക്ക്, ഈ 6 പാക്കൊക്കെ ഒന്ന് കാണണം. ഇഷ്ടിയക്കല്ല് നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന പോലെ. ആര് കണ്ടാലും മൂക്കും കുത്തി വീഴും. വെറുതെ തള്ളല്ലേ. ഞാൻ തള്ളിയതൊന്നുമല്ല. അല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടു നോക്ക്. അപ്പം അറിയാലോ ഞാൻ തള്ളിയതാണോ മറിച്ചതാണോ എന്നൊക്കെ. അപ്പോൾ അയാളെ കാണാൻ വേണ്ടിയാണോ നീ ജിമ്മിന് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? എൻ്റെ ടേസ്റ്റ് അതൊന്നുമല്ല. എനിക്കത്ര മസിലുള്ള ആളെയൊന്നും പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജിമ്മിന് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? അതൊക്കെ ഉണ്ട്, ബട്ട് ഇപ്പം പറയാൻ പറ്റില്ല. നീ എപ്പോഴെങ്കിലും പറ. എനിക്ക് എന്തായാലും അയാളെ ഒന്ന് കാണണം. ഇത്രയും ഹാൻഡ്സം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതും എന്നെക്കാട്ടി. അപ്പോൾ എനിക്കൊന്ന് കാണണ്ടേ? നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം. ശരി, ഞാൻ കിച്ചണിൽ കാണും. റെഡിയായിട്ട് അങ്ങോട്ട് പോന്നേക്ക്. അമ്മേ, ഒരു കോഫി എടുത്തോ. ഒരെണ്ണമായിട്ടുള്ള അംഗം കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത വരുന്നുണ്ട്. എന്താടാ, നീ ജിമ്മിന് പോകുന്നില്ലേ? പോകണുണ്ടമ്മ. ഏട്ടനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ റെഡിയാകാൻ പോയിരിക്കുക. എന്നെ കണ്ണാപ്പി, നീ അവൻ വരുന്നതിന് മുമ്പ് ആ പാത്രം ഒന്ന് കഴുകി വെക്കടാ. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ണാപ്പി എന്ന് വിളിക്കില്ലെന്ന്. എവിടെ പാത്രം? ശരി, അമ്മ ഇനി വിളിക്കില്ല. ആ സിങ്കിലുണ്ട് പാത്രം. അമ്മ എൻ്റെ പച്ച ഷഡ്ഡി കാണുന്നില്ല. ഇതേ ഞാനിട്ടിരിക്കുന്നു നിൻ്റെ പച്ച ഷഡ്ഡി. അമ്മ, എൻ്റെ പച്ച ഷഡ്ഡി. കണ്ണ, നീയല്ലടാ എൻ്റെ പച്ച ഷഡ്ഡി എടുത്തത്. നിൻ്റെ പരിങ്ങൽ കണ്ടാലറിയാം നീയാണെന്ന്. ഞാനൊന്നും എടുത്തില്ല. എടാ കണ്ണാപ്പി, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഒന്ന് ശരിക്കിടി നിനക്ക് കിട്ടും. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിയല്ല. ഓടാം. ഞാൻ വണ്ടിയുടെ അടുത്ത് കാണും. അങ്ങോട്ട് വന്നേക്ക്. ഇവനെ കൊണ്ട്. അമ്മ കണ്ട അവൻ എൻ്റെ ഷഡ്ഡി എടുത്തിട്ടത്.
പോട്ടെ മോനെ, അവൻ വന്നിട്ട് അവനെ നൂരി വാങ്ങിത്തരാം നിൻ്റെ പച്ച ഷഡ്ഡി. പിന്നെ എൻ്റെ പട്ടിക്ക് വേണം അവനിട്ട ഷഡ്ഡി, എനിക്കൊന്നും വേണ്ട ഇനി. പോട്ടെ, മോൻ്റെ അനിയനല്ലേ, ക്ഷമിച്ചേക്ക്. അമ്മ വാങ്ങിത്തരാം മോന് പുതിയ ചഡ്ഡി. ഇപ്പം മോൻ ചെല്ല്, സമയം പോണ്. ഇനി അവൻ ഇതുപോലെ എൻ്റെ അടുത്തിട്ടാൽ ഞാൻ നല്ല ഇടി കൊടുക്കും, കേട്ടല്ലോ അമ്മ. ശരി മോൻ ചെല്ല്. എൻ്റെ അമ്മ, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ, നീ പറഞ്ഞ കോച്ച് വന്ന് കാണുമോ? വന്ന് കാണും, അങ്ങേര് വരാൻ സമയമായിട്ടുണ്ട്. എന്നിട്ട് എവിടെയാടാ അങ്ങേര്? നീ വന്ന് കാണുമെന്നല്ലേ പറഞ്ഞേ? അതാ ഞാൻ നോക്കുന്നു, ഒന്ന് മിണ്ടാതിരി, ഞാൻ നോക്കട്ടെ. അതേ നിൽക്കുന്നു. എവിടെ? ദേ അങ്ങോട്ട് നോക്ക്, ദേ അവിടെ. ഇതാ. വാടച്ച് വെക്ക്, വല്ല ഈച്ചയും കയറിപ്പോവും. എടാ, ഇതാണ് കൊച്ച്. എങ്ങനെയുണ്ട്? ഇത് വെറും ഹോട്ടല്ല, സൂപ്പർ ഹോട്ടാണ്. എനിക്കിഷ്ടായി, പെരുത്തിഷ്ടായി. ഇഷ്ടമായെന്ന് പറഞ്ഞങ്ങോട്ട് ചെല്ല്. ആള് നല്ല കലിപ്പന. 2 ദിവസം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായതാ. ഇനി കലിപ്പനല്ല, മറ്റെന്താണെന്ന് പറഞ്ഞാലും എനിക്കിഷ്ടായി, വല്ലാണ്ടിഷ്ടായി. ദേ അങ്ങേര് നമ്മളെ നോക്കുന്നു. ശരിയാ, കോച്ച് നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ കുറുങ്ങി നിൽക്കാതെ വരാൻ നോക്ക്. ഗുഡ് മോർണിംഗ് കോച്ച്. മോർണിംഗ്. ഇതാരാ കൂടെ ഉള്ളത്? അത് എൻ്റെ ചേട്ടനാ കോച്ച്. പുതിയ ആളാണോ? അത് അല്ല, ഞാൻ 1 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. 2 ദിവസം ഇല്ലായിരുന്നു, അതാ എന്നെ കാണാഞ്ഞ്. എന്നാ പോയി ഒരു 25 പുഷപ്പ് വീതം പോയി ചെയ്തിട്ടുവാ. ശരി കോച്ച്. എന്താ പോണില്ലേ? പോകുക. ഇങ്ങോട്ട് വാ, അവിടെ കുറുങ്ങി നിൽക്കാതെ വാ, നമുക്ക് പുഷപ്പ് ചെയ്യാം. കുറച്ചും കൂടെ മേളിലേക്ക് പൊക്കി ചെയ്. ഇനി നടുവ് നന്നായിട്ട് കുനിച്ചിട്ട് ചെയ്. ഇത്രയും മതിയോ കോച്ച്? പോരാ അണ്ണ, തൻ്റെ ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്. പിന്നെ ചോദിക്കാൻ വിട്ടുപോയി, തൻ്റെ ചേട്ടൻ്റെ നെയിം എന്താ? എൻ്റെ പേര് ശിവാനന്ദ്, എല്ലാവരും എന്നെ ശിവ എന്നാണ് വിളിക്കുന്നത്. ഇവനെന്താ ക്ലോസപ്പിൻ്റെ പരസ്യമാണ്? ശരി, വർക്കൗട്ട് നടക്കട്ടെ. ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞു. എന്നാലേ ആ ഡംബൽസ് എടുത്ത് ഒരു 100 ടൈംസ് ചെയ്. 100 ടൈംസോ? എന്താ ചെയ്യില്ലേ? ചെയ്യാം. എന്നാ ചെയ്തോ. പിന്നെ ചെയ്തു കഴിയുമ്പോൾ എന്നോട് പറയണേ, അടുത്ത വർക്കൗട്ട് തരാനാ. വേറൊന്നും കൊണ്ടല്ല, വെറുതെ നിൽക്കുമ്പോഴേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നിൽക്കാൻ തോന്നും, അതാ. എന്നാ ചെല്ല്, പോയി ചെയ്യ്. ചെയ്യാം. എൻ്റെ ദൈവമേ, എൻ്റെ കൈ. ഇവിടെ ഉണ്ടായിരുന്ന
എൻ്റെ ദൈവമേ, ഇതിനെങ്ങനെയാണ് ഞാനൊന്ന് വളച്ചെടുക്കുക? ഇതിനകത്ത് കയറി തൂങ്ങി ഇമ്പ്രസ് ചെയ്യിപ്പിക്കാം. എൻ്റെ അമ്മേ, ചാടത്തെണ്ടി, മനുഷ്യനവിടെ നിലത്തടിച്ച് വീണിട്ട് ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഇതിനെ വളയ്ക്കാൻ ഞാൻ നന്നായി പാടുപെടും. കുറച്ച് നേരം കിടന്നുകൊണ്ട് ഇത് ചെയ്യാം. അപ്പം എന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ. ഇയാളെന്ത് മനുഷ്യനാണ്! ഇയാളുടെ അടുത്ത് ഞാൻ ഇത്രയൊക്കെ കസർത്ത് കാണിച്ചിട്ട് അയാളെ നോക്കുന്നുണ്ടോ നോക്കിക്കേ. ചെയ്തു കഴിഞ്ഞില്ലേ? ചെയ്തു കഴിഞ്ഞെങ്കിൽ ദേ ഇതെടുത്ത് ഞാൻ ചെയ്യുന്നത് പോലെ ഒരു 100 ടൈംസും കൂടെ ചെയ്തോ. വീണ്ടും 100 ടൈംസോ? 100 ടൈംസ് തന്നെ. പിന്നെ തൻ്റെ ബ്രദറിനെയും കൂടെ വിളിച്ചോ ഇത് ചെയ്യാൻ. ഞാനും ചെയ്യണോ 100 ടൈംസ്? ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും അടുത്ത് എന്താ ചെയ്യണ്ടേന്ന്. ഞങ്ങളെന്തോ വല്ല കുപ്പിയിൽ നിന്ന് ഇറങ്ങി ഭൂതമാണോ ഇങ്ങനെ തീരുമ്പോൾ പണി തരാനായിട്ട്? എനിക്ക് വയ്യ. ചെയ് എന്ത് നോക്കി നിൽക്കുവോ? എൻ്റെ അമ്മേ, ഇത് കണ്ണാ അതാ കത്തിയ? ദൈവമേ, ഇതെൻ്റെ ഹാർട്ടിലേക്ക് അങ്ങ് തുളച്ച് കയറുകയാണല്ലോ. എൻ്റെ ഹാർട്ട്. നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെയ്യാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് തരാൻ. ആരോടാ സാർ? അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ചെയ്. എന്താ ഇരിക്കുന്നേ? ചെയ്. എൻ്റെ കാല്. ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ. ഇനി ജീവനോടുണ്ടെങ്കിൽ വരാം. അയ്യോ എൻ്റെ അമ്മ, എൻ്റെ ശരീരമൊക്കെ വേദന എടുക്കുന്നു. എന്ത് വേദനയത്! നമ്മൾ ഈ പരുവാക്കിയിട്ട് പോണ പോക്ക് കണ്ടോ? എടാ ഞാനിപ്പോൾ വരാം. ഹായ്, പോകാനിറങ്ങുവാണോ? ആണെങ്കിൽ ഒന്നുമില്ല, വെറുതെ അറിയാൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ബായ്. എൻ്റെ അമ്മ, ഇതെന്തൊരു സാധനമോ! എന്തായാലും ഞാനിതിനെ മെരുക്കി എടുക്കും. ഇതെവിടെ പോയി കിടക്കുന്നു? എവിടൊക്കെ ഞാൻ നോക്കി. ഇതിവിടെ നിപ്പുണ്ടായിരുന്നു. ഹായ്. ദേ പോണ്. എൻ്റെ ദൈവം, ഇതെന്തൊരു മനുഷ്യൻ! ഇയാൾക്കെന്താ മനുഷ്യരെ കണ്ട അലർജിയാണോ? വെറുതെ ചമ്മി നാറി. ആരും കണ്ടില്ലല്ലോ. ഭാഗ്യം. ഞാൻ കണ്ടു. അപ്പോൾ ഇവനാണല്ലേ നിനക്ക് ജിമ്മിൽ വരാനുള്ള ഇൻട്രസ്റ്റ്? എൻ്റെ ദൈവമേ, കൈക്കും കാലിനൊക്കെ എന്ത് വേദന! എനിക്ക് കുറച്ചു നേരം കിടക്കാം. അയ്യോ എനിക്ക് വയ്യേ. നീ എന്താടാ വധൂരി എൻ്റെ ബെഡ്റൂമിൽ? നിനക്കെന്താ സ്വന്തമായിട്ട് വേറെ റൂമില്ലേ? നീ ഇടുന്നത് എൻ്റെ ചട്ടി, വന്ന് കിടക്കുന്നത് എൻ്റെ ബെഡ്. നിനക്കെന്താ സ്വന്തമായിട്ടൊന്നും ഇല്ലേ? ദേ മര്യാദക്ക് എഴുന്നേറ്റ് വെക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി താഴെ ഇടും പന്നി. എഴുന്നേക്കാം. ഒന്ന് എഴുന്നേറ്റ് മാറട ശോമേ, മനുഷ്യനൊന്ന് കിടക്കണം. അലറണ്ട, മാറുക. പിന്നെ നീ ഒന്നവിടെ നിന്നേ. നിനക്ക് രാവിലെ കണ്ട ചെറുക്കനെ ശരിക്കും ഇഷ്ടമാണോ? അങ്ങനൊക്കെ ചോദിച്ചാ കിണിക്കാതെ കാര്യം പറയടാ വന്നി. ഇഷ്ടമാണ്, പക്ഷെ അവന് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡാ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പോലും അതിന് മറുപടി പോലും തരില്ല. അത്രയ്ക്ക് ജാടയാ. അത് ഞാൻ രാവിലെ കണ്ടായിരുന്നു. പിന്നില്ലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്.
നമ്മുടെ കോച്ചില്ലേ, കോച്ച്, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. നീ എന്താ ഇത് കേട്ടിട്ട് ഞെട്ടാത്തെ? ഞാനെന്തിനാ ഞെട്ടുന്നത്? എനിക്കിത് രാവിലെ തന്നെ മനസ്സിലായ കാര്യമാണ്. ചേട്ടൻ അങ്ങേരെ കാണുമ്പോൾ ഇളക്കം കണ്ടാൽ തന്നെ മനസ്സിലാവും. നിനക്ക് മനസ്സിലായിരുന്നല്ലേ? അങ്ങേര് നീ പറഞ്ഞ പോലെ തന്നെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡാണ്. എങ്ങനൊന്ന് അയാളെ വീഴ്ത്തുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നിൻ്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ അയാളെ വീഴ്ത്താൻ? ഐഡിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞാൻ ചേട്ടന് ഇന്നലെ പാടിത്തന്ന പാട്ടില്ലേ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കോച്ചിന് ചെന്ന് പാടിക്കൊടുക്കുക. അത് കേട്ടാൽ അയാൾ എന്തായാലും വീഴും. വീഴും. നിൻ്റെ കാരണത്തെ അടി വീഴും. അത്രയ്ക്ക് മോശമാണോ എൻ്റെ പാട്ട്? എൻ്റെ കണ്ണാ, മോശത്തിന് തന്നെ മോശമാണ് നിൻ്റെ ആ പാട്ട്. നിനക്കറിയോ, നിൻ്റെ ആ പാട്ട് കേട്ട് പോയിട്ട് മനുഷ്യൻ രാത്രി ഉറക്കത്തിൽ 2 വട്ടം ഞെട്ടിയുണർന്ന്, അറിയാമോ നിനക്ക്? പിന്നെ അത്രയ്ക്ക് മോശമൊന്നുമല്ല എൻ്റെ പാട്ട്. ചേട്ടന് കലാബോധം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നേ. ഞാൻ എന്തായാലും കോച്ചിൻ്റെ അടുത്ത് ചെന്ന് ചേട്ടൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഈ പാട്ടൊന്ന് പാടാം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഈ പാട്ട് കേട്ടാൽ കോച്ച് ചേട്ടനെ ഇഷ്ടപ്പെടും, അത് ഉറപ്പാ. എടാ, ഞാൻ നിന്നോട് ഐഡിയ ചോദിച്ചതേ അവനെക്കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുത്തിക്കാനാ, അല്ലാതെ എന്നെ വെറുപ്പിക്കാനല്ല. നിൻ്റെ വല്ല ഈ പാട്ട് കേട്ടാ അവൻ പിന്നെ എൻ്റെ ആജന്മ ശത്രുവായിരിക്കും. എടാ, നീ ഈ പാട്ടൊക്കെ ഒന്ന് വിട്, എന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല ഐഡിയ പറഞ്ഞതാടാ അവനെ ഒന്ന് വീഴ്ത്താൻ. ഈ പാട്ട് തന്നെ നല്ലൊരു ഐഡിയ ആയിരുന്നു. ചേട്ടൻ കലാബോധം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നാത്തെ. ഇനി ഒരു ഐഡിയ ഉണ്ട്. ചേട്ടൻ എന്തായാലും നാളെ ജിമ്മിന് പോകുമ്പോൾ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പോ. അതായത് അടിപൊളി ലുക്കിൽ. വേണമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടോ. എന്നിട്ട് ചേട്ടൻ കോച്ചിൻ്റെ അടുത്ത് ചെന്ന് കോച്ചിനെ ഒന്ന് വശീകരിക്കാൻ നോക്ക്. ഒരു അനിയനായ ഞാൻ ഇതൊക്കെ എങ്ങനെ ചേട്ടനോട് പറഞ്ഞു തരാനാ? അതൊക്കെ ചേട്ടൻ്റെ യുക്തി പോലെ അങ്ങ് ചെയ്. അങ്ങനെയൊക്കെ ചെയ്താൽ വീഴുമോ? എന്നാൽ ഞാൻ ഒരു കൈ നോക്കാം. എന്തായാലും നാളെ ആകട്ടെ. ചേട്ടാ, റെഡിയായോ? റെഡിയായടാ. എവിടെ ഒന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? അടിപൊളിയല്ലേ? എന്തുവാ ചേട്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന? നീ തന്നെയല്ലേ പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഇടാൻ? അതിന് ഇങ്ങനാണോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്? എനിക്കതിന് ഇതിനു മുമ്പ് ലിപ്സ്റ്റിക്ക് ഇട്ട് ശീലമൊന്നുമില്ല. എനിക്കറിയില്ല അതുകൊണ്ട് എങ്ങനെ ഇടണ്ടേന്നൊന്നും. ലിപ്സ്റ്റിക്കും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അതങ്ങ് തൂത്ത് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ ഐഡിയ മതി, വശീകരണം, അത് മതി. ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്. കാണുന്നില്ലല്ലോ. ചേട്ടൻ കുറേ നേരം ആയാലും ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ നിന്നാൽ ചേട്ടൻ്റെ നടുവ് എന്തായാലും പോകും. ചേട്ടൻ അവിടെ പോയി ഇരിക്കാൻ നോക്ക്, കോച്ച് വന്നോളൂ. ഞാൻ വെറുതെ. കോച്ച് വന്നല്ലോ. എവിടെ? അങ്ങോട്ട് നോക്കൂ ചേട്ടാ, ഫ്രണ്ടിൽ, അവിടെ. കോച്ച് പോയി. ഇനി ഇവിടെ വായി നോക്കി നിന്നാലേ അങ്ങേരുടെ വായിന്ന് ശരിക്കും കിട്ടും. വാ, നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാം. ഇവളുമാരിത് ആരുടെ കാര്യ പറയുന്നേ? കോച്ചിനെ കുറിച്ചാണോ? എന്ത് ഭംഗിയാ മസിൽസ് ഒക്കെ കാണാൻ, കണ്ടിട്ട് കടിച്ചെടുക്കാൻ തോന്നുന്നു. നിന്നെ ഞാൻ കടിച്ചെടുപ്പിക്കാടി. ഇങ്ങേർക്കൊരു ഷർട്ട് ഇട്ടിരുന്നൂടെ? പെമ്പിളാരുടെ മുമ്പിൽ എല്ലാം കാണിച്ചോണ്ടിരിക്കുവോ? എനിക്ക് എന്തായാലും കോച്ചിനെ ഇഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ വളച്ചെടുത്തിരിക്കും. പിന്നെ ഇപ്പൊ ഞാനോ മാങ്ങ പറിക്കാതിരിക്കുന്നോ? എനിക്കും കോച്ചിനെ ഇഷ്ടാ, ഞാനും അങ്ങനെ വളച്ചെടുക്കും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നമുക്ക് 2 പേർക്കും ട്രൈ ചെയ്യാം. എന്നിട്ട് കോച്ചിന് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് കോച്ച് ആളെ തിരഞ്ഞെടുക്കട്ടെ. എന്താ, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. നിന്നെയൊക്കെ ഞാൻ ഓക്കെ ആക്കിപ്പിക്കാടി. നിന്റെയൊക്കെ ട്രൈയിൽ ഞാൻ മണ്ണ് വാരിയിടും, കണ്ടോ നീയൊക്കെ? എന്നാ നമുക്ക് ട്രൈയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കോച്ചിൻ്റെ അടുത്ത് ചെന്ന് ഓരോ എക്സസൈസിന്റെ ഡൗട്ടുകൾ ചോദിച്ച് നമുക്ക് അടുത്ത് ഇടപഴകാം. എന്താ, ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ വേഗം നമുക്ക് കോച്ചിൻ്റെ അടുത്തേക്ക് പോവാം. ഡബിൾ ഓക്കെ. അവളുമാര് കോച്ചിൻ്റെ അടുത്തേക്കാണല്ലോ.
എങ്ങനെയെങ്കിലും അവർ ബ്ലോക്ക് ചെയ്യണം. എന്നോട് അവൾ മറുടെ കളി ഞാൻ കാണിച്ചു തരാം. കോച്ച് എന്താ? അത് കോച്ച്, ഞങ്ങൾക്ക് എക്സർസൈസിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്, അതൊന്ന് പറഞ്ഞു തരാവോ? എന്ത് ഡൗട്ട്? ഞാൻ നിങ്ങളുടെ അടുത്ത് വോൾ പുഷപ്പ് ചെയ്യാനല്ലേ പറഞ്ഞേ? ആണ്, പക്ഷെ അതിലാ ഡൗട്ട്. ഇത്രയും നാളായിട്ട് മര്യാദയ്ക്ക് വോൾ പുഷപ്പ് പോലും ചെയ്യാൻ അറിയില്ല. ഇല്ല കോച്ച്. ശരി, ഞാൻ പറഞ്ഞുതരാം, വാ. ഓ താങ്ക് യു കോച്ച്. ഇവളുമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണോ? ഇതെങ്ങനെങ്കിലും മുടക്കണം. എന്താ വഴി? കോച്ച്. എന്താ? അത് കോച്ച്, ഡംബൽസ് കാണുന്നില്ല. അത് എവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാവോ? ഡംബൽസോ? ഡംബൽസ് ആ ഷെൽഫിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. അവിടെ നോക്കിയില്ലേ? അവിടെ നോക്കിയായിരുന്നു, കണ്ടില്ല. ശരി, ഞാൻ വന്ന് എടുത്തു തരാം, വാ. പിന്നെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്ന് എടുത്തു കൊടുത്തിട്ട് വരാം. ശരി കോച്ച്. അവളുടെ ഒരു ശരി കോച്ച്, എന്തൊരു ഒലിപ്പിക്കലായത്. കണ്ടിട്ട് ചെന്നിട്ടൊരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നുന്നു. എന്തോ ആലോചിച്ചോണ്ടിരിക്കുവോ? വരുന്നില്ലേ? വരുവാ. എടോ, ഇത് പിന്നെ ഡംബൽസ് അല്ല, പിന്നെ എന്തുവാടോ? താനോ നേരത്തെ പറഞ്ഞേ ഷെൽഫി വന്ന് നോക്കിയെന്ന്? പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പം താൻ എന്താ നോക്കിയത്? അത് ഞാൻ ഈ ഷെൽഫിൽ നോക്കിയില്ലായിരുന്നു. കോച്ച്. വരുന്നു. വീണ്ടും പോകാൻ പോവാണോ? കോച്ച്. ഇനി എന്താ? എൻ്റെ അമ്മ അങ്ങനെ നോക്കല്ലേ, എൻ്റെ ഹാർട്ട്. എന്താ, നെഞ്ചുവേദനയാ? അല്ല. പിന്നെ? അത് വേറൊന്നുമല്ല. ഈ ഡംബൽസ് ചെയ്യുമ്പോൾ എൻ്റെ കൈയൊന്ന് പൊക്കാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായിരുന്നു. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എടുക്ക് ഡംബൽസ്. മുകളിലോട്ട് നന്നായിട്ട് പൊക്ക്. അത്രയും പൊക്കിയാൽ മതി. ഇവനീ തടിയാലവലാതി നമ്മുടെ കഞ്ഞി പാറ്റയിടാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് തന്നെയാടി ഞാനും നോക്കുന്നേ. ഇനിയൊന്നും ഇല്ലല്ലോ, എനിക്ക് പോകാമല്ലോ ഇനി. പോകാം. ഇനി നിങ്ങൾ വാ, ഞാൻ കാണിച്ചു തരാം. കോച്ചിനെ തിരക്കി ഒരാൾ ഓഫീസ് റൂമിൽ വന്നിട്ടുണ്ട്. ഞാൻ വരാം. ഹായ്, ഐ ആം ജതിൻ. താനാണോ ഇവിടുത്തെ ആശാൻ? ആശാനോ? അതെന്താ? ആശാൻ എന്താണെന്നറിയാലോ? പുവർ ബോയ്. ആശാൻ എന്ന് പറഞ്ഞ കോച്ച്, അതായത് ജിം കോച്ച്. ഇപ്പം മനസ്സിലായോ? ഇത് പറഞ്ഞു തരാനാണോ ഇവിടം വരെ വന്നേ? നോ, ഐ ആം എ ബിസി മാൻ. ഞാനിവിടെ വന്നത് എനിക്കൊരു 6 പാക്ക് വേണമായിരുന്നു, അതാ. ഈ 6 പാക്ക് എന്ന് പറയുന്നതേ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നുമല്ല, വന്ന് ചോദിച്ചെന്നും പറഞ്ഞു ഉടനെ എടുത്തു തരാനായിട്ട്. നോ പുവർ ബോയ്, അതിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്ക് വെറും 1 മന്ത് കൊണ്ട് 6 പാക്ക് ആക്കി തന്നാൽ മതി. എന്താ ഓക്കെ അല്ലേ? 1 മന്ത് കൊണ്ട് 6 പാക്ക്, അതും ഈ ഉണക്ക ശരീരത്തിൽ. നടന്നത് തന്നെ. വാട്ട്? ഉണക്ക ശരീരം? അതും എൻ്റെ ഈ ഹാൻസം ബോഡി നോക്കിയിട്ട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ഓരോ മാരണം കെട്ടിയെടുത്തോളും. പിന്നെ ഉണക്ക ശരീരത്തിന് പിന്നെ ഉണക്ക ശരീരം എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ ചേട്ടാ, ഇവിടെ 1 മാസം കൊണ്ടൊന്നും 6 പാക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ചേട്ടൻ വേറെ വല്ലയിടത്തും പോകാൻ നോക്ക്. വെരി സാഡ്. അതൊന്നും അറിയാതെയാണോ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ 6 പാക്ക് ആകാൻ വേണ്ടി എന്തൊക്കെ ടെക്നോളജി ഇപ്പോൾ ഉള്ളത്. ഐ മീൻ പ്രോട്ടീൻ പൗഡർ ആൻഡ് ഇഞ്ചെക്ഷൻസ്. ഇതൊരു നടക്ക് പോകില്ല. എഴുന്നേറ്റേ. ഇവിടെ അതിന് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇവിടെ ആരും അങ്ങനെ ഉപയോഗിച്ചിട്ടുമല്ല 6 പാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എഴുന്നേക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. എടോ, അതിനർത്ഥം താൻ എന്നെ തല്ലുവെന്നോ?
നാല് പ്രൈവറ്റ് ജെറ്റ് സ്വന്തമായിട്ടുള്ള ആളാണ് ഞാൻ. അതുപോലുള്ള എന്നെ താൻ തല്ലുവന്നാ? ദേ, ഇനി ഇവിടെ കിടന്ന് പ്രസംഗിക്കുവാണെങ്കിൽ തൻ്റെ 2 മുട്ടുകാരും തല്ലി ഓടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് തന്നെ വിടത്തുള്ളൂ. വാട്ട്? എൻ്റെ കാല്? വാട്ടല്ല മാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല, എന്നിറങ്ങിപ്പോടോ. ഛേ, ഇങ്ങേരുത് എവിടെ പോയി? എല്ലാ ദിവസവും മനുഷ്യൻ ഇത് തന്നെ പണി, ഇങ്ങനെ തപ്പി ഇറങ്ങുന്നത്. ദേ ഇവിടെ വന്നിരിപ്പുണ്ടല്ലോ കോഴിക്കുഞ്ഞ്. ഹായ്, എന്തെടുക്കുവാ? ഇങ്ങേരെന്ത് കേട്ടോട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ? ദേ എഴുന്നേറ്റ് പോണ്. ഇങ്ങേരുതെന്ത് ഇങ്ങനെ മനുഷ്യൻ തന്നെയാണോ അതോ വല്ല റോബോട്ടാണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ശക്തി തരണേ. എടാ കണ്ണാ, അങ്ങയുടെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലടാ. ഇപ്പം മാസം 1 കഴിഞ്ഞു. പിന്നെ നിൻ്റെ കാര്യം എന്തായി? അവൻ വളഞ്ഞോ? ഇത് അവൻ്റെ കാര്യം മാത്രം എൻ്റെ അടുത്ത് മിണ്ടിപ്പോരുത്. അവൻ മനുഷ്യനല്ല, അറിയാം, അവനൊരു റോബോട്ട്. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ അപ്പം തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഒരു മാനേഴ്സ് പോലും ഇല്ല. ഇങ്ങനെയുണ്ട് ഒരു ജാടത്തണ്ടി. ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരുത്തനെ. എന്ത് ചെയ്യാനാ, സ്നേഹിച്ചു പോയില്ലേ, അതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഞാൻ എന്നാ ചവിട്ടിക്കുട്ടി കുപ്പയിലിട്ടേനെ. എൻ്റെ കാര്യത്തിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. കലിപ്പെന്ന് പറഞ്ഞാൽ കട്ട കലിപ്പ്. പിന്നെ എടാ, അങ്ങനെ വളയ്ക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാടാ. ഐഡിയ അല്ലേ? ഒരു ഐഡിയ ഉണ്ട്. നാളെ കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ? നമുക്ക് ബർത്ത്ഡേക്ക് കോച്ചിനെ വിളിക്കാം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ചേട്ടൻ കോച്ചിനോടൊന്ന് അടുത്ത് ഇടപഴക്. ആ ഐഡിയ കൊള്ളാം. പക്ഷെ എങ്ങനെ വിളിക്കും? എൻ്റെ കയ്യിലാണെങ്കിൽ അങ്ങനെയുടെ നമ്പറൊന്നുമില്ല. പിന്നെ എങ്ങനെ വിളിക്കാനാ? അതിന് നമ്പരൊക്കെ എന്തിനാ? നാളെ ജിമ്മിന് പോകുമ്പോൾ അങ്ങ് നേരിട്ട് വിളിച്ചാൽ പോരെ? അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. അപ്പോൾ നാളെ സെറ്റ്. എൻ്റെ അമ്മേ, ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ? എനിക്ക് വയ്യ. അയ്യോ കാല് അയ്യോ കാല്. ഇങ്ങേർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? മനുഷ്യനിവിടെ കിടന്ന് പെടാപ്പാട് പെടുക. ഇയാളെ എന്ത് വളയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാ സഹിക്കണ്ടേ. അയ്യോ കാല്, ഈ മണ്ടാരം കാല് ഞാൻ മുറിച്ച് കളയും, ശല്യം. എടാ സൂക്ഷിച്ച്, നീ എന്തായി കാണിക്കുന്ന? സർക്കസ് കളിക്കുന്ന അവിടെ കിടന്ന്? സർക്കസ് അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സൂക്ഷിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഈ കാലൊന്നും സമ്മതിക്കണ്ടേ. എനിക്ക് വയ്യ, എൻ്റെ നടുവ്. ചിരിച്ചോ നല്ലോണം ചിരിച്ചോ.
ഈ ചിരിയാ മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന. ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരും ഈശ്വര ഈ മുതലിനെ ഒന്ന് സ്വന്താക്കാൻ. ഓ ഭാഗ്യം, ഈ പ്രാവശ്യം ഒന്ന് നോക്കുമെങ്കിലും ചെയ്തല്ലോ. ഹായ്, തിരക്കാണോ? തിരക്കാണെങ്കിൽ അറിഞ്ഞിട്ടെന്തിനാ? ആ, അത് നാളെ എൻ്റെ പിറന്നാളാ, അത് വിളിക്കാൻ വേണ്ടി വന്നതാ. കോച്ച് എന്തായാലും ഉറപ്പായിട്ടും വരണം. എടോ, അത് എനിക്ക് വരാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. വരണം. ഞാൻ വേറെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, കോച്ചിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പ്ലീസ് വരണം. എടോ, അതല്ല, എനിക്കിതിന് അങ്ങനെ പോയൊന്നും ശീലമൊന്നുമില്ല. എനിക്ക് വരാൻ പറ്റില്ല. താൻ ചെല്ല് പ്ലീസ്. അങ്ങനെ പറയരുത്. ഞാനാണെങ്കിൽ അമ്മയോടൊക്കെ പറഞ്ഞു കോച്ചിൻ്റെ ബർത്ത്ഡേക്ക് വരുന്നുണ്ടെന്ന്. അമ്മയാണെങ്കിൽ കോച്ചിനെ കാത്തിരിക്കും. പിന്നെ കോച്ച് വന്നില്ലെങ്കിൽ അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായിരിക്കും. അമ്മയ്ക്കോ? അമ്മയെ സങ്കടപ്പെടുത്തണ്ട. ഞാൻ വരാം. നാളെയല്ലേ? ഞാൻ വരാം. താങ്ക്സ് വരാമെന്ന് പറഞ്ഞതിന്. പിന്നെ ഓക്കെ, നാളെ കാണാം. ബൈ. ചേട്ടൻ ബർത്ത്ഡേക്ക് കോച്ചിനെ വിളിച്ചായിരുന്നു? ഞാനാണെങ്കിൽ ആ തിരക്കിലങ്ങ് വിട്ടും പോയി ചേട്ടനെ ഓർപ്പിക്കാൻ. വിളിച്ചായിരുന്നടാ. നീ വണ്ടി എടുക്കാനായിട്ട് പോയില്ലേ? ആ ടൈമിലാണ് ഞാൻ പോയി വിളിച്ചേ. വിളിച്ചപ്പോൾ വരത്തില്ലെന്ന് പറഞ്ഞു കാണും അല്ലേ? ആദ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വരത്തില്ലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കോച്ചിനെ വിളിക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കോച്ച് വന്നില്ലെങ്കിൽ അത് അമ്മയ്ക്ക് വലിയൊരു സങ്കടമാവെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കയറി പറഞ്ഞു ഞാൻ വരാമെന്ന്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്രയും നേരം പറഞ്ഞിട്ടും വരത്തില്ലെന്ന് പറഞ്ഞ ആൾ അമ്മയ്ക്ക് സങ്കടമാവെന്ന് പറഞ്ഞപ്പോൾ എന്താ വരാമെന്ന് പറഞ്ഞേന്ന്? അതോ, അത് കോച്ചിന് അമ്മയില്ലാത്തതുകൊണ്ടാ. കോച്ചിന് അമ്മയില്ലെന്നോ? അത് നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് ജിമ്മിൽ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയ കാര്യം. അവൻ കോച്ചിൻ്റെ കസിനായിട്ട് വരും. അവൻ പറഞ്ഞതാ. പിന്നെ ഇപ്പോഴുള്ള അച്ഛൻ കോച്ചിൻ്റെ യഥാർത്ഥ അച്ഛനല്ല. പിന്നെ വളർത്തച്ഛനാ. സത്യം പറഞ്ഞാൽ കോച്ച് ഒരു അനാഥനാ. ഇപ്പോഴുള്ള പേരൻസ് കോച്ചിനെ ദത്തെടുത്തതാ. അവർ കോച്ചിനെ ദത്തെടുത്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ ആ അമ്മ മരിച്ചുപോയി. ആ അമ്മ മരിച്ചത് ഈ കോച്ചിൻ്റെ ഐശ്വര്യക്കേട് കൊണ്ടാണെന്നാണ് ഇപ്പോഴുള്ള അച്ഛൻ്റെ ബന്ധുക്കാർ പറയുന്നത്. അവൻ പറഞ്ഞത് അതും പറഞ്ഞ് അവരെന്നും കോച്ചിനെ വിഷമിപ്പിക്കുമായിരുന്നെന്നാ. ഒരു കൊച്ചുകുട്ടിയെന്ന് പോലും നോക്കാതെ അവരെല്ലാം കുത്തുവാക്കുകൾ കൊണ്ടും ശകാരങ്ങൾ കൊണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരവന് ചാർത്തിക്കൊടുത്ത പേരുകൾ ഭാഗ്യം കെട്ടവൻ, ഐശ്വര്യമില്ലാത്തവൻ എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കെ കോച്ചിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്നറിയില്ല, ആ കുടുംബത്തിലെ മൂത്ത കാരണവർ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അതും കൂടെ ആയപ്പോൾ അവർ അടങ്ങിയിരുന്നില്ല. അവരെല്ലാം കൂടി കോച്ചിൻ്റെ അച്ഛനോട് പറഞ്ഞു ഇവനെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല, എവിടുന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടാക്കാൻ. എന്നാൽ ആ അച്ഛൻ അതിന് തയ്യാറായില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ആ അച്ഛൻ മകനെ ചേർത്ത് പിടിച്ചു. അവസാനം ബന്ധുക്കൾ പറഞ്ഞു ഇവനെ വേണോ അതോ ഞങ്ങളെ വേണോ എന്ന്. ആ അച്ഛൻ ഒട്ടും ആലോചിക്കാതെ തന്നെ പറഞ്ഞു മകനെ മതിയെന്ന്. ഒരുപക്ഷെ രക്തബന്ധത്തെക്കാൾ വില അദ്ദേഹം ആ സ്നേഹത്തിന് കൊടുത്തു കാണും. ആ മകൻ കാരണം ആ അച്ഛൻ എല്ലാവരെയും നഷ്ടമായി. എന്നിട്ടും ഒരു പരിഭവവും പരാതിയും ആ അച്ഛൻ മകനോട് പറഞ്ഞില്ല. പകരം കൂടുതൽ ആഴത്തിൽ അവനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോച്ചിന് അച്ഛനെന്ന് പറഞ്ഞ ജീവനാണ്. അച്ഛൻ എന്ത് പറഞ്ഞാലും കോച്ച് ചെയ്യും. അല്ലെങ്കിലും അതങ്ങനെ തന്നെ വേണ്ടല്ലേ? കാരണം ഇത്രയും നല്ലൊരു അച്ഛനെ ആർക്കാ വേദനിപ്പിക്കാൻ തോന്നുന്നത്? ശരിയാ നീ പറഞ്ഞത്, അദ്ദേഹം നല്ലൊരച്ഛനാണ്. പക്ഷേ ഇത്രയൊക്കെ സങ്കടം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ ഓർത്ത് നമ്മളെന്തിനാ ഇപ്പോഴത്തെ സന്തോഷം കളയുന്നേ? നാളെ ഏട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ നമുക്ക് അതടിച്ചു പൊളിക്കാം. കോച്ചും വരുന്നുണ്ട്. അപ്പോഴേ ചേട്ടൻ നന്നായിട്ട് കോച്ചിൻ്റെ അടുത്ത് ഒന്ന് അടുത്തിടപഴകി എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കാൻ നോക്ക്. കോച്ച് ഇവിടെ ഇരിക്ക്, വാ ഇവിടെ. ശിവേനെ കണ്ടില്ലല്ലോ, എവിടെ ആള്? ഏട്ടൻ റെഡിയായിക്കൊണ്ടിരിക്കുക, ഇപ്പം വരും. കോച്ച് ആരാ? മനസ്സിലായില്ല.
കോച്ച് ഇത് ഞാനാ ശിവ, കണ്ട എങ്ങനുണ്ട് എൻ്റെ ന്യൂ ലുക്ക്? ആ നന്നായിട്ടുണ്ട്. ഓ ഇങ്ങേരിത് കുളവാക്കും. തന്നെ ഒരുങ്ങാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചേ ഇതെന്തെങ്കിലും ഒരു കത്തി വേഷത്തിൽ അവസാനിക്കത്തുള്ളെന്ന്. ഇവനെന്താ ഇങ്ങനെ? ഇവനിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അരപിരി ലൂസാന്ന് തോന്നുന്നു. എന്താ കോച്ച് അവിടെ ആലോചിച്ച് നിൽക്കുന്നേ? വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ ഇവിടെ വന്നിരുന്നോ. ആ ആ വരുവാ. മോനെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? മോൻ അധികമൊന്നും കഴിച്ചില്ലല്ലോ. ആ ഇഷ്ടപ്പെട്ടു അമ്മേ. സോറി. ഇഷ്ടപ്പെട്ടു ആൻറ്റി. അതെന്തിനാ മോനെ സോറിയൊക്കെ പറയുന്നേ? മോൻ എന്നെ ഇഷ്ടമുള്ളത് വിളിച്ചോ, അമ്മേന്ന് തന്നെ വിളിച്ചോ കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, മോൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാ. നല്ല പേര്. പിന്നെ മോനൊരു കാര്യം അറിയാവോ? ഈ ശിവയ്ക്കില്ലേ, അവന് ജിമ്മിലെ ഏതോ ഒരു കൊച്ചിനെ ഇഷ്ടമാണ്. അതാരാന്ന് മോനറിയാവോ? മോനൊന്നും പറഞ്ഞില്ല. അറിയാവോ ഇവൻ്റെ ആളാരാണെന്ന്? അത് എനിക്ക്... അമ്മ മതി, മിണ്ടല്ലേ. നീ ഒന്ന് പോട ചേർക്ക. അവൻ അവിടുന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്കേ പറയാൻ കഴിയത്തില്ല. ആ കൊച്ചനെങ്കിലും പറയട്ടെ നിനക്ക് ആരെയാണ് ഇഷ്ടമെന്ന്. മോൻ പറ മോനെ ധൈര്യമായിട്ട്. അത് എനിക്കറിയില്ല ആരെ ഇഷ്ടമെന്നൊന്നും. എനിക്ക് പോകാൻ ടൈമായിരുന്നു. കുറച്ച് വേറെ പരിപാടികളുണ്ട്, അതാ ഞാൻ പോകുക. ദേ എഴുന്നേറ്റ് പോകുന്നു. ഈ തള്ളയെല്ലാം കുളമാക്കിയല്ലോ. മോനെ എങ്ങനുണ്ടായിരുന്നു ഈ അമ്മയുടെ ആക്ടിങ്? സൂപ്പറായിരുന്നു. ഇനി അമ്മ പുറകോട്ടം തിരിഞ്ഞ് നോക്കിക്കേ. എടാ മോനെ, അമ്മ അവനെ കൊണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ നോക്കിയതാ. ദേ തള്ള എൻ്റെ തള്ളയായി പോയതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. നിങ്ങൾക്ക് ഞാൻ സിഗ്നൽ തന്നെയാണ് അവിടെ വെച്ച് ചോദിക്കരുതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒടുക്കത്തെ ഒരു അഭിനയം ഇപ്പം മതിയായല്ലോ, എല്ലാം നശിപ്പിച്ചപ്പോഴത്തേക്കും. എന്തൊക്കെ മനുഷ്യൻ സ്വപ്നം കണ്ടായിരുന്നു. ഒരുമിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇടപഴകുന്നു, എല്ലാം നശിപ്പിച്ച്. എടാ മോനെ അങ്ങനെ അല്ല. അമ്മ മതി, ചേട്ടൻ കട്ടക്കലിപ്പില്ല. ചേട്ടൻ്റെ കൈ കൊണ്ട് ചാകണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് പോന്നേക്ക്. ചേട്ടന് ദേഷ്യം വന്നാൽ അറിയാമല്ലോ. എൻ്റെ കാല്, ഇത്രയും നാളായിട്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യെ ഒന്ന് മുട്ട്. എന്ത് കാണിക്കുമോ കണ്ണ? കുറേ നേരം ആയല്ലോ, നന്നായിട്ട് ചെയ്തേ. കോച്ചിനെ കാണാൻ കോച്ചിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നു. മോനെ ഇന്ദ്ര. അച്ഛാ. എൻ്റെ മോൻ കുറച്ചും കൂടെ ഗ്ലാമർ ആയല്ലോ. കുറച്ച് മസിലൊക്കെ വെച്ചിട്ടുണ്ട്, കൊച്ചു കള്ളൻ. ഞാനൊന്ന് പോയേ എൻ്റെ ഭാവി അമ്മായിപ്പനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മായിപ്പം വരെയൊക്കെ ആയി കാര്യങ്ങൾ. നടക്കട്ടെ. ഒന്ന് പോടാ. ഒന്ന് പോച്ചാ. എനിക്ക് മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അച്ഛൻ എന്നെ കുറച്ച് ദിവസമായിട്ട് കാണാതിരുന്ന് കാണുന്നോണ്ട് തോന്നുന്നതായിരിക്കും. അല്ലടാ, അച്ഛൻ സത്യ പറഞ്ഞേ. എൻ്റെ കുഞ്ഞ് എപ്പോഴും ക്യൂട്ടായിട്ടുള്ളൊരു മസിൽ പണ്ണിയല്ലേ. പോച്ച, വെറുതെ കളിയാക്കാതെ. പിന്നെ അച്ഛനെന്താ വിളിച്ചു പോലും പറയാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ? അതെ അച്ഛനെ പൊന്നുമോൻ ഒരു കൂട്ടുകാട്ട് വന്നയാ. കഴിഞ്ഞോട്ടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ എന്താ പറഞ്ഞേ കല്യാണക്കാര്യം പറഞ്ഞപ്പോ? അച്ഛൻ കണ്ടുപിടിക്കുന്ന ആരെയാണെങ്കിലും കെട്ടിക്കോളാന്ന്. അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നുമോനെ കൊണ്ട് കെട്ടിക്കാൻ. ആണോ? പിന്നെ മോനെ, ദേ ആളെ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാള്. ഹായ് ഇന്ദ്ര. ഹായ്. പിന്നെ ഇന്ദ്ര, തന്നെ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗി നേരിട്ട് കാണാനാടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ട് ഫേസ്. താങ്ക്സ്. എന്തു പറ്റി മോനെ, മുഖത്തൊരു വിഷമം പോലെ? അച്ഛൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുക. എന്താ എൻ്റെ കുഞ്ഞിന് വയ്യേ? ഒന്നുമില്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ മോനെ, എന്താ?
അച്ഛൻ കണ്ടുപിടിച്ച ഈ സെലക്ഷൻ മോന് ഇഷ്ടായില്ലേ? എന്തോ അച്ഛി പറയുന്നത്? അച്ഛൻ കണ്ടുപിടിച്ച എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നിട്ടുണ്ടോ? ഇതും എനിക്കിഷ്ടമാണ്. ഓ, ഇപ്പോഴാ അച്ഛനത് സമാധാനമായി. ഇനി എൻ്റെ ബന്നിക്കുട്ടിയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. സാധിച്ച അടുത്ത മാസം തന്നെ. എന്താ എൻ്റെ പൊന്നുമോന് എതിർപ്പ് വല്ലതും ഉണ്ടോ ഈ കാര്യത്തിൽ? ഇല്ല അച്ഛ, എല്ലാം അച്ഛൻ പറയുന്ന പോലെ. എനിക്ക് ഒരെതിർപ്പും ഇല്ല. കണ്ണ, എന്താ കോച്ച്? അത് ശിവേനെ കുറച്ച് ദിവസമായിട്ട് ജിമ്മിന് കാണുന്നില്ലല്ലോ, അതെന്താ? അത് കോച്ച് പറയാൻ വിട്ടുപോയതാ. ഇനി മുതൽ ഏട്ടൻ ജിമ്മിന് വരില്ല. ആണോ? ശരി. എന്താ കോച്ച്, എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടനോട്? ഒന്നുമില്ല. ഏട്ടാ, എത്ര ദിവസമായി മുറിക്കുള്ളിൽ തന്നെ ഇങ്ങനെ? പറ്റുന്നില്ലടാ, ഇവിടെ വല്ലാണ്ട് വേദന എടുക്കുക. എത്ര ശ്രമിച്ചിട്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ അവനെ അത്ര ആഴത്തിൽ സ്നേഹിച്ചതുകൊണ്ടാവാം. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ അവൻ എൻ്റേതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോയി. അതാ പണ്ട് കോളേജിലെല്ലാവരും പ്രണയവേദനയെക്കുറിച്ച് പറയുമ്പോഴും നഷ്ടപ്രണയം ഓർത്ത് ജീവിതം സ്വയം നശിപ്പിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴാണ് വേദനയുടെ വില മനസ്സിലായത്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദനയുടെ കാഠിന്യം മനസ്സിലാവും. പ്രണയവേദനയൊക്കെ മറ്റൊരു വേദന ഒന്നുമല്ല, മനസ്സ് തന്നെ നമ്മുടെ കൈവിട്ടു പോകും. ഏട്ടന് കോച്ചിന് അത്ര ഇഷ്ടമാണെങ്കിൽ പോയി പറഞ്ഞൂടെ ഇഷ്ടമാണെന്ന്? പറഞ്ഞിട്ട് എന്തിനാ? നിനക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന്? അങ്ങനെ ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ നേരിട്ട് കണ്ടതാ അച്ഛനും മകനും തമ്മിലുള്ള ബോണ്ട്. അത് തകർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ഛൻ്റെ ത്യാഗത്തിനൊപ്പം വരില്ല എൻ്റെ പ്രണയം. കാരണം സ്വന്തം മകനല്ലായിരുന്നിട്ട് കൂടി സ്വന്തം ഭാര്യ മരിച്ചത് മകൻ്റെ ഐശ്വര്യക്കേട് കൊണ്ടാണ് എന്ന് കേട്ടിട്ട് കൂടി ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ചേർത്ത് പിടിച്ച മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വരില്ല അവന് മറ്റാരും. അതുകൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. അവനെയും കൂടെ ഞാൻ കാരണം ധർമ്മസങ്കടത്തിലാക്കാൻ പറ്റില്ല എനിക്ക്. ഏട്ടാ, അടുത്ത ആഴ്ച കോച്ചിൻ്റെ കല്യാണമാണെന്ന്. നീ എന്താ ഇവിടെ? ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ? ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല, ഇല്ലാത്ത ഇഷ്ടം പിടിച്ചു വാങ്ങാൻ വന്നതുമല്ല. എനിക്കൊരാഗ്രഹമുണ്ട്. അതെൻ്റെ സ്വാർത്ഥതയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, അതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ ഒരു ശല്യമായി വരില്ല. എന്നെ ഒന്ന് കൂടെ കിടത്താൻ പറ്റുമോ? ഇന്ന് ഒറ്റ രാത്രി മാത്രം മതി. ശരീരത്തോടുള്ള കൊതി കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ശരീരത്തിൽ ആദ്യമായും അവസാനമായും ഒരാൾ തൊടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളായിരിക്കണമെന്നുണ്ട്. അതാ, എനിക്കത് മാത്രം മതി. വേറെ ഒരു അവകാശങ്ങളും വേണ്ട. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ശിവ,
നീ ഇത് എന്തൊക്കെ പറയുന്നത് കാണിക്കുന്നതും. ഞാൻ ഡ്രസ് എടുത്തിട്ടെ. പ്ലീസ് ഇന്ദ്ര, ഞാൻ ഇത് മാത്രമല്ല ചോദിക്കുന്നുള്ളൂ. എനിക്ക് പറ്റാച്ചിട്ട. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എനിക്കിനി എൻ്റെ മരണം വരെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി തവണ ശ്രമിച്ചു ഇന്ദ്ര നിന്നെ മറക്കാൻ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നീ മറ്റൊരാളുടേത് ആകുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. തെച്ച് പൊട്ടുക. ശിവ, ശിവ, നീ എന്താ പറഞ്ഞ്? ഇല്ലാത്ത സ്നേഹമൊന്നോ? എനിക്കിതിന് ജീവനാടാ. അതിപ്പോൾ തൊട്ടല്ല, നിന്നാദ്യം കണ്ടപ്പോൾ തന്നെ. എനിക്ക് പേടിയായിരുന്നു ഞാൻ നിൻ്റെ കൂടെ അടുത്തിടപെട്ട ഞാൻ നിന്നെ സ്നേഹിച്ചു പോകുമെന്ന്. അതാ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചത്. നീ എൻ്റെ അടുത്ത് വരുമ്പോൾ അകറ്റി നിർത്തിയത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല നിന്നെ സ്വീകരിക്കാൻ. കാരണം എൻ്റെ അച്ഛനെ എനിക്ക് ആരെക്കാട്ടിയും വലുത്. നിന്നെയും അച്ഛനെയും ഒരുമിച്ച് ഒരു ത്രാസിൽ തൂക്കിയ എൻ്റെ അച്ഛൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും എൻ്റെ അച്ഛനെ. അച്ഛനെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. നീ എന്നോട് ക്ഷമിക്ക് ശിവ. നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. എനിക്കറിയാം നിൻ്റെ അവസ്ഥ. എനിക്ക് ഈ ഒരു രാത്രി മാത്രം മതി. പ്ലീസ് ഇന്ദ്ര, പ്ലീസ്, എനിക്ക് ഒരു രാത്രി മാത്രം മതി. എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ നമ്മൾ ഒന്നായ എൻ്റെ മനസ്സ് മാറിയാലോ, എനിക്കിതിനെ വിട്ടുകളയാൻ തോന്നിയില്ലെങ്കിലോ, അങ്ങനെ വന്നാൽ എനിക്ക് എൻ്റെ അച്ഛനെ എതിർക്കേണ്ടി വരും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതാ മാപ്പ്. എനിക്കറിയാം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ നിൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് അടിക്കുവാന്ന്. എന്നെക്കൊണ്ട് അത് പറ്റൂ. മാപ്പ് ഇന്ദ്ര. നീ ഇപ്പം പോകണം. അച്ഛൻ കണ്ട അത് പ്രശ്നമാകും. നീ പൊക്കോ പ്ലീസ്, പ്ലീസ് ശിവ, നീ പൊക്കോ. ഇന്ദ്ര, വാ ശിവ, ഞാൻ നിന്നെ റൂമിന് വെളിയിലാക്കാം. അച്ഛാ, അച്ഛനല്ല കേട്ടു അല്ലേ? എന്നോട് ക്ഷമിക്കച്ച, എന്നോട് ക്ഷമിക്ക്. അങ്കിള് ഇന്ദ്രനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ എല്ലാത്തിനും കാരണം. മതി മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തത്. എനിക്ക് നിന്റെ സന്തോഷമോ മോനെ വലുത്. നിന്നെ സങ്കടപ്പെടുത്തിയ അച്ഛനൊന്നും വേണ്ട. നിങ്ങളുടെ ഇഷ്ടം കണ്ടില്ലെന്ന് അടിക്കാൻ അച്ഛന് പറ്റില്ല മോനെ. പിന്നെ ശിവ, നീ കാരണം എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ മകൻ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അച്ഛൻ ഒത്തിരി സന്തോഷമായി. നിങ്ങൾ പോയി അടിച്ച് പൊളിക്കും മക്കളെ. പെണ്ണിൻ്റെ വീട്ടുകാരോട് അച്ഛൻ വിളിച്ച് പറഞ്ഞോളാം. ചെല്ല് ചെല്ല് മക്കളെ. ഒരുപാട് നന്ദി അച്ഛ, എന്നെ മനസ്സിലാക്കിയതിന്. എൻ്റെ മോനെ, ഇങ്ങനെ കരയല്ലടാ. നിന്റെ പൊന്നു മോനല്ലടാ എന്നും. എന്തായാലും കല്യാണം മാറ്റി വെക്കേണ്ടി വന്നില്ലല്ലോ. പറഞ്ഞ ഡേറ്റിൽ തന്നെ കല്യാണം നടന്നു. ഒരു വ്യത്യാസം മാത്രം, പെണ്ണു മാറി ചെറുക്കനായെന്ന് മാത്രം. അങ്ങനെ നിങ്ങളുടെ മാവും പൂത്തു. ഇനി എന്നാണോ എൻ്റെ ഒന്ന് പൂക്കുന്നത്? കണ്ണ, നിനക്കും ആളുണ്ടോ? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്നോട് ഇതുവരെ. നിനക്കറിയില്ലേ? എടാ, നമ്മുടെ ജിമ്മിലൊരു പയ്യനില്ലേ ആരോടും ഒന്നും മിണ്ടാത്തെ, കിരൺ.
അവൻ്റെ പുറകിൽ ഇവൻ കുറേ നാളായി നടക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ആ ചെറുക്കൻ മിണ്ടോ മൈൻഡും ചെയ്യില്ല. എടാ അവൻ കേൾക്കില്ല. അതെന്താ, അവൻ്റെ ചെവി വല്ല പൂച്ച പറ്റിയും കിടക്കുവാണോ? ഓ എടാ അതല്ല, അവന് കേൾവിശക്തി ഇല്ല. അവന് കേൾവിശക്തി ഇല്ലെന്നാ? അപ്പോൾ ഞാൻ ഇത്രയും നാളും പൊട്ടൻ്റെ ചെവിയിലാണ് ശങ്കൂതിക്കൊണ്ട് കിടന്നേ. എന്തായാലും ഞാൻ അവനെ വിടാനൊന്നും പോണില്ല. എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ആളാണ്. അവന് ഇനി എങ്ങനെ വളയ്ക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പോയി പ്ലാൻ ചെയ്യട്ടെ കേട്ടോ. ബൈ. എന്താണ് സാറേ, റൂമിലേക്കൊന്നും വരാൻ ഉദ്ദേശമില്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ആണോ? അപ്പോൾ ഞാൻ റൂമിലേക്ക് വരണോ? ഞാനിന്ന് കണ്ണൻ്റെ കൂടെ കിടന്നാൽ എന്താന്ന് ആലോചിക്കുമായിരുന്നു. അങ്ങനെ വല്ല നീ പോയാൽ നിന്നെ ഞാൻ കൊല്ലും. ഇല്ലെങ്കിൽ ഈ ഹാളിൽ വെച്ച് തന്നെ ഞാൻ ഫസ്റ്റ് നൈറ്റ് നടത്തും. എന്താ നീ അവിടെ തന്നെ നിൽക്കുന്നേ? നീ ഈ കട്ടിലേക്ക് കയറി കിടന്നേ. ഇങ്ങനെ കിടന്നാൽ മതിയോ അതോ ഇങ്ങനെ കിടക്കണോ? പറ. മോനെ മര്യാദയ്ക്ക് ഇവിടെ വന്ന് കിടന്നു, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് പ്രോബ്ലം. എൻ്റെ മൂഡ് നീ മാറ്റിയാൽ നീ അനുഭവിക്കുകയെ എൻ്റെ കയ്യിൽ നിന്ന് പോകും മൊത്തം, കേട്ടല്ലോ. എന്താ മനുഷ്യവ, നമുക്കങ്ങ് തുടങ്ങിയാലോ? എന്തിനാ